ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. മുമ്പിലുള്ള ദിനങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് ഒരു നിശ്ചയവുമില്ല. ഏതെല്ലാം പ്രശ്നങ്ങളോട്, പ്രതികൂല സാഹചര്യങ്ങളോട്, പ്രതിസന്ധികളോട് 2024 ഏറ്റുമുട്ടേണ്ടതായി വന്നിട്ടുണ്ട്. മരണമെന്ന മഹാനദിയുടെ മറുകര പറ്റിപ്പോകുമോ എന്നുവരെ ആശങ്കപ്പെട്ടിട്ടില്ലേ? ദുർഘടമായ പർവ്വതനിരകളും ചുട്ടുപൊള്ളുന്ന മണലാരണ്യവും കുത്തൊഴുക്കും ചുഴികളുമുള്ള നദികളെയും കടന്നു പോകേണ്ടി വന്നിട്ടില്ലേ? ആ സമയങ്ങളിൽ എല്ലാം നമ്മുടെ സേനാനായകൻ നമ്മെ നയിച്ചുകൊണ്ട് ഈ ഒരു വർഷം മുഴുവൻ നമ്മോട് കൂടെ ഇരുന്നു. എല്ലാ നാളും കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ഇമ്മാനുവേൽ, അവിടുന്ന് നമ്മുടെ കരം പിടിച്ച് ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് അരുളി ചെയ്തവൻ, രക്ഷിക്കുന്നവനും ക്ഷമിക്കുന്നവനും സകല പ്രശ്നങ്ങൾക്കും നീക്കുപോക്ക് ഉണ്ടാക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. ഇന്നിൻ്റെ വാതിൽ അടയുന്നതോടൊപ്പം നാളെയുടെ വാതിൽ തുറക്കുന്നവൻ. ആ ദൈവമായ കർത്താവാണ് ആദ്യനും അന്ത്യനും ജീവനുമുള്ളവനും എന്ന് വെളിപ്പാട് പുസ്തകം 1:17 പറയുന്നത്. 2024 ചില ഇതളുകൾ മാത്രം ശേഷിക്കുന്നു. മറ്റൊരു മൊട്ട് വിടരുവാൻ വെമ്പി നിൽക്കുന്നു. 2025 കൊഴിഞ്ഞ് വീണുകൊണ്ട് ഇരിക്കുന്ന ഇതളുകളിൽ നിന്നല്ല പുതിയ മൊട്ട് വിരിയുന്നത്. പുതിയ മൊട്ട് ചൈതന്യം ഉൾക്കൊള്ളുവാൻ മുകളിലേക്ക് നോക്കുന്നു. കൊഴിഞ്ഞു വീണ ഇതളുകൾക്ക് ജീവനില്ല. പുതിയ മൊട്ടിന് അത് അറിയാം. അതുകൊണ്ട് അത് താഴേക്ക് നോക്കുന്നില്ല. മനുഷ്യനാകട്ടെ കൊഴിഞ്ഞുപോയ വർഷങ്ങളിലെ പരാജയങ്ങളും പാളിച്ചകളുമാകുന്ന ചൈതന്യരഹിതമായ ഇതളുകളിലേക്ക് നോക്കി നെടുവേർപ്പെടുന്നു. അവയെ നോക്കി പാഠങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇന്നലകളുടെ ശൂന്യാവശിഷ്ടത്തിന്മേൽ തുരുമ്പെടുത്തതും മടങ്ങിയതുമായ ആയുധങ്ങൾ കൊണ്ട് നവവത്സരപ്പണിയിൽ ഏർപ്പെട്ടാൽ ക്ഷീണിച്ചു പോകും. ആ പണികൾക്ക് പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഉണ്ടാവുകയും ഇല്ല. നമുക്ക് ഒരു പുതിയ തുടക്കം കുറിക്കാം. ഇന്നലകളുടെ തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പലതും പഠിക്കുവാനുണ്ട്. ആ അനുഭവങ്ങളുടെ ചവിട്ടുപടിയിൽ കയറി നിന്നുകൊണ്ട് തികഞ്ഞ ശുഭപ്രതീക്ഷയോടെ നാളെയുടെ മൂടി തുറക്കാം. ഈ പുതുവർഷത്തിൽ നാം പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും ഇളങ്കാറ്റും മാത്രമല്ല, പ്രതിസന്ധികളുടെ ഉഗ്രമായ കൊടുങ്കാറ്റും ഉണ്ടായെന്ന് വരാം. ഉറപ്പുള്ള പാറയിലാണ് നമ്മുടെ ജീവിതമന്ദിരം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ പാറിപ്പോകാതെ നിൽക്കുവാൻ ഇടവരും. മത്തായി സുവിശേഷം 7:24 മുതലുള്ള വാക്യങ്ങൾ ഇത്തരുണത്തിൽ ശ്രദ്ധാർഹമാണ്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. ആ വീട് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലുത് ആയിരുന്നു. യേശു കർത്താവ് മലയിൽ കയറിയിരുന്ന് ശിഷ്യന്മാരോട് ഉപദേശിച്ചതായ വചനമാണ് മത്തായി സുവിശേഷം 5:1 മുതൽ 7 അവസാനം വരെയുള്ളത്. ഈ പ്രസംഗത്തെയാണ് ഗിരിപ്രഭാഷണം അഥവാ പർവ്വത പ്രസംഗം എന്ന് പറയാറുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഇഷ്ടപ്പെട്ടിരുന്ന ബൈബിളിലെ പ്രധാന ഭാഗമായിരുന്നു ഇത്. ഈ പ്രഭാഷണത്തിൽ രാജാവായ ക്രിസ്തു തൻ്റെ പ്രജകളിൽ പ്രതീക്ഷിക്കുന്ന സ്വഭാവ ഗുണങ്ങളും ജീവിതചര്യകളും സംക്ഷിപ്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ജനത ഭരണഘടന സംരക്ഷിക്കുന്നതിനുള്ള താൽപ്പര്യത്തിലാണ് ഉള്ളത്. അതിലെ ആശയത്തോട് താൽപ്പര്യക്കുറവ് കാണിച്ചതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടമായവരുമുണ്ട്. ഓരോരോ രാജ്യത്തിൻ്റെയും ഭരണഘടനയെ അതത് രാജ്യക്കാർ സംരക്ഷിക്കുക തന്നെ വേണം. ജനത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ അത് ആവശ്യവുമാണ്. ഗിരിപ്രഭാഷണം വീണ്ടെടുപ്പ് പദ്ധതിയുടെ അവതരണമല്ല. അതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിക്കാൻ ഉള്ളവരെ കുറിച്ച് ഉദ്ദേശിച്ചതും അല്ല. അത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന നിലയിലാണ് കരുതേണ്ടത്. രാജാവിൻ്റെ ഭരണത്തിൽ കീഴിൽ പ്രജകൾക്ക് ബാധകമാകുന്ന നിയമങ്ങളുടെയും
തത്വങ്ങളുടെയും വിശദീകരണമാണ് അത്. ഗിരിപ്രഭാഷണത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ യാഗപീഠത്തെക്കുറിച്ചും 5-22 ന്യായാധിപ സംഘത്തെക്കുറിച്ചും 5-35 യെരുശലേമിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നതുകൊണ്ട് ഈ ഭാഗം യഹൂദന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. യേശുക്രിസ്തുവിനെ രാജാവും കർത്താവും ദൈവവുമായി അംഗീകരിക്കുന്ന എല്ലാ യുഗങ്ങളിലും ഉള്ള സകലർക്കും വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ശരി. അല്ല എങ്കിൽ ഒടുക്കത്തെ പ്രശ്നം കൊടുക്കുവാൻ വന്ന അച്ഛന് പറ്റിയതുപോലെയാവും. മരണാസന്നയായി കിടന്ന വലിയമ്മയുടെ അടുക്കൽ അച്ഛനെത്തി. പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പ് വേദപുസ്തകം അന്വേഷിച്ചു. വീട്ടമ്മ വേദപുസ്തകവുമായി വന്നു. പുറംചട്ടയും അവിടെ ചില താളുകളും മാത്രമുള്ള പുസ്തകം. അച്ഛൻ ചോദിച്ചു, ഇതെന്ത് വേദപുസ്തകം? ബാക്കി താളുകൾ എവിടെ? വീട്ടമ്മ പറഞ്ഞു, അച്ഛനല്ലേ ഓരോ ഞായറാഴ്ചയും പ്രസംഗിക്കുമ്പോൾ ഈ ഭാഗം നമുക്കുള്ളതല്ല, യഹൂദന്മാർക്കുള്ളതാണ് എന്ന് പറയാറ്. നമുക്കുള്ളതല്ല എന്ന് അച്ഛൻ പറഞ്ഞ ഭാഗം ഒക്കെ കീറി അടുപ്പിലിട്ടു. ബാക്കി ഇത്രയേ ഉള്ളൂ. അച്ഛൻ്റെ മിണ്ടാട്ടം നിന്നുപോയി. നമുക്കും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ വിശുദ്ധ പുസ്തകം നമുക്കുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നാം വ്യക്തിപരമായും കുടുംബപരമായും സ്വഭാവപരമായും അനുസരിക്കേണ്ടത് അനുസരിച്ച് യോഗ്യമായി മുമ്പോട്ട് പോയാൽ ദൈവാനുഗ്രഹം നമ്മുടെ മേൽ വരും. മലമേലുള്ള പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ യേശു കർത്താവ് അത് വ്യക്തമായി പറയുന്നും ഉണ്ട്. പർവ്വത പ്രസംഗം ജീവിതത്തിൽ പകർത്തി ഒരു വ്യക്തി ജീവിപ്പാൻ തുനിഞ്ഞാൽ ലോകം അവനെ മൂഢൻ എന്ന് വിളിക്കും. എന്നാൽ യേശു കർത്താവ് അവനെ ബുദ്ധിമാൻ എന്ന് വിളിച്ച് അനുമോദിക്കുന്നു. ദൃശ്യമായതിനും തനിക്കു വേണ്ടി തന്നെയും ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് ലോകം ബുദ്ധിമാൻ ആയി പരിഗണിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് അവനെ ബുദ്ധികെട്ടവൻ എന്നാണ് വിളിക്കുന്നത്. ബുദ്ധിമാൻ്റെയും ബുദ്ധിഹീനൻ്റെയും വീടുപണിയെ ചൂണ്ടി യേശു കർത്താവ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സുവിശേഷത്തെ ചിത്രീകരിക്കാനും അനുയോജ്യമാണ്. ബുദ്ധിമാനായ മനുഷ്യൻ ക്രിസ്തുവാകുന്ന പാറമേൽ തൻ്റെ ആശ്രയം വെച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവ പൈതലിൻ്റെ സ്ഥാനം കരസ്ഥമാക്കുന്നു. ബുദ്ധിഹീനൻ അനുദപിക്കാതെ ജഡത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. യേശു കർത്താവിനെ രക്ഷയ്ക്കുള്ള ഏക മാർഗമായി അംഗീകരിക്കാതെ തീപ്പൊയ്യിൽ പതിക്കുന്നു. പ്രിയ ശ്രോതാവേ, 2024 ഇതിലുകൾ കൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ നാളിൽ നിത്യതയെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുമോ? 2025 കാലൂന്നുവാൻ കാക്ഷിക്കുന്നവരായ നാം രക്ഷയ്ക്ക് ശേഷമുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയകരമായ പുരോഗതിയെ ലാക്കാക്കി വിരുദിലേക്ക് ഓടുമോ? ഒരു നിമിഷം ചിന്തിക്കൂ, തീരുമാനിക്കൂ. കർത്താവ് എല്ലാവർക്കും 2025 അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.